ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഫിസിക്സ് ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും സെൻസ് അക്കാഡമിയുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ എറർ അനാലിസിസ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, അതിൻ്റെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ആ റൂളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതിന് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ തന്നെ ഒരു ഇത്തിരി വലിയൊരു ടോപ്പിക്കാണ്. അതായത് ഡയമെൻഷണൽ അനാലിസിസ്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡയമെൻഷണൽ അനാലിസിസ്. ഡയമെൻഷനുകളെ നമ്മൾ മെഷർമെൻറ്റ്, അതായത് തിരിച്ചറിയാൻ പോവുകയാണ്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ഡയമെൻഷണൽ അനാലിസിസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് കിടക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഡെഫിനീഷനാണ് പറയാൻ പോകുന്നത്. എന്താണ് ഡയമെൻഷണൽ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഡെഫിനീഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ പ്രത്യേകതകൾ പഠിച്ചിട്ടുണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളുടെ പ്രത്യേകതകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ക്വാണ്ടിറ്റികളെ, അതായത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾ ഉൾപ്പെടുന്ന കുറേ ക്വാണ്ടിറ്റികളുണ്ട്. ആ ക്വാണ്ടിറ്റികളെ നമുക്ക് ഏതൊക്കെ വിധേനയാണ് നമുക്കതിനൊക്കെ എഴുതാൻ പറ്റുക. ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ 7 ക്വാണ്ടിറ്റികളുള്ള, ആ 7 ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യും, എത്തരത്തിലൊക്കെയാണ്, ഏതൊക്കെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളിലാണ് 7 എണ്ണം വരുന്നത്, ഏതൊക്കെയാണ് 4 എണ്ണം വരുന്നത്, ഏതൊക്കെയാണ് 5 എണ്ണം വരുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ സൈഡിലൊരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണ്: മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഡയമെൻഷണൽ അനാലിസിസ്? ഡയമെൻഷണൽ അനാലിസിസ് ഈസ് ദ മെത്തേഡ് ഓഫ് എക്സ്പ്രസിങ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി in terms of powers of fundamental quantities. Okay, it is the method of expressing a physical quantity in terms of the powers of fundamental quantities. എന്നിട്ട് ഈ powers of fundamental quantities എന്ന് പറയുന്നത്, അതായത് അപ്പോൾ നമ്മൾ വോള്യൂം ഓഫ് എ ക്യൂബ്, നമ്മളങ്ങനെ ഒരു കാര്യം കാണണം. വോള്യൂം കണ്ടുപിടിക്കണം. വോള്യൂം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് അല്ലേ. ക്യൂബിൻ്റെ വോള്യൂം കാണണം. ക്യൂബിൻ്റെ വോള്യൂം കാണാനുള്ള ഇക്വേഷൻ എന്താ? ലെങ്ത്തിൻ്റെ ക്യൂബ് എടുത്താൽ മതി. അതായത് എ ക്യൂബ് എന്ന് പറയും. എ ഇസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ക്യൂബ്. ഓക്കെ. അപ്പോൾ എ ക്യൂബ്, എ എന്ന് പറഞ്ഞാൽ ലെങ്ത്താണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ക്യൂബ്, ലെങ്ത്ത് എന്താണ്? നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ലെങ്ത്തിൻ്റെ പവർ എത്ര എഴുതിക്കണം? 3 എഴുതിക്കണം. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ പവറിൻ്റെ ടൈംസിൽ നമ്മൾ ആരെ എക്സ്പ്രസ് ചെയ്തു? വോള്യൂം ഓഫ് എ ക്യൂബ് എക്സ്പ്രസ് ചെയ്തു. അതുപോലെ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് നമുക്കാണെങ്കിൽ എഴുതാം 6a². ഹിയർ എ എന്ന് പറയുന്നത് തന്നെയാണ്, ലെങ്ത് ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ അവിടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ലെങ്ത്തിൻ്റെ പവർ എത്ര? 2 ആണ്. അപ്പോൾ ഏരിയ വന്നപ്പോൾ എന്തായി? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ ലെങ്ത്തിൻ്റെ പവർ 2 ആണ് നമ്മൾ എഴുതിയത്. പക്ഷേ വോള്യൂം വന്നപ്പോൾ എത്രയായി? ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ പവർ 3 ആയി. ഇതുപോലെ 4 വരാം, 5 വരാം, 6 വരാം, എത്ര വേണം? സ്ക്വയർ റൂട്ട് വരാം, സ്ക്വയർ വരാം, എന്ത് വേണമെങ്കിലും വരാം. അപ്പം അങ്ങനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ പവറുകളുടെ ടൈംസിൽ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡയമെൻഷണൽ അനാലിസിസ്. സോ ഡയമെൻഷണൽ അനാലിസിസ് ഈസ് ദ മെത്തേഡ് ഓഫ് എക്സ്പ്രസിങ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് പവേഴ്സ് ഓഫ് പവേഴ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ അല്ലേ? പവേഴ്സ് ഓഫ് ഫണ്ടമെൻ്റൽ. ഈ ഡയമെൻഷണൽ അനാലിസിസിൽ നമുക്കിതിങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഡയമെൻഷണൽ അനാലിസിസിൽ നമുക്കൊരു 3 കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഡയമെൻഷണൽ അനാലിസിസ് ഇൻവോൾവ്സ് 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ്. അതിനകത്ത് 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഡൈമെൻഷൻസ് ഉണ്ട്, ഡൈമെൻഷണൽ ഫോർമുല ഉണ്ട്, ഡൈമെൻഷണൽ ഇക്വേഷൻ ഉണ്ട്. ഡൈമെൻഷണൽ ഇക്വേഷൻ, അങ്ങനെ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡൈമെൻഷൻ ഉണ്ട്, ഡൈമെൻഷണൽ ഫോർമുല ഉണ്ട്, ഡൈമെൻഷണൽ ഇക്വേഷൻ ഉണ്ട്. ഡൈമെൻഷൻ എന്ന് പറയുമ്പോൾ
ഇപ്പോൾ നമ്മളിപ്പോൾ വോള്യം കാണാനായിട്ട് നമ്മൾ എൽ ക്യൂബ് എന്ന് പറഞ്ഞു. അതിനകത്ത് വേറെ ഒന്നുമില്ല, ലെങ്ത്ത് മാത്രമല്ലേ ഉള്ളൂ. അതിനകത്ത് വേറെ നമ്മൾ ഏരിയ എന്ന് എഴുതിയിട്ടില്ല. ഏരിയയൊക്കെ അതിനകത്ത് കിട്ടാനായിട്ട് കിടക്കണം. ഏരിയ ഇല്ല, മാസ് ഉണ്ടോ ഇല്ല, ടെമ്പറേച്ചർ എഴുതിയിട്ടുണ്ടോ ഇല്ല, അല്ലേ? ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അതാണ് ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണോ എഴുതുന്നത് അത് മാത്രം അതായത് നമുക്ക് എന്താണോ ആവശ്യമുള്ളത് മാത്രം എഴുതുക. അതാണ് ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയമെൻഷണൽ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് ഇപ്പോൾ നമ്മൾ വോള്യത്തിൻ്റെ ഡയമെൻഷൻ എഴുതാമെന്ന് വിചാരിക്കൂ. അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ളത് ലെങ്ത്ത് മാത്രമേ ഉള്ളൂ, അല്ലേ? പക്ഷേ നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളിലെ ചില ആളുകളെയും കൂടി അതിലേക്ക് ഉൾപ്പെടുത്തി എഴുതുമ്പോൾ അതെന്താവും? ഡയമെൻഷണൽ ഫോർമുലയാവും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളിലെ ആദ്യത്തെ 3 ആൾക്കാർ എടുക്കും. മാസ്, ലെങ്ത്ത്, ടൈം. ഈ 3 ആളുകളെയെങ്കിലും ഉൾപ്പെടുത്തി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്, ലെങ്ത്ത്, ടൈം എന്ന് പറയുന്ന 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ പവർ ഉപയോഗിച്ചെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എന്ന് വിളിക്കുക. ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞൊന്നുമില്ല. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുലേനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ഒരു ഡയമെൻഷണൽ ഇക്വേഷൻ. Dimensional equation is the equation which connects the physical quantity and its dimensional formula. അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് അധികാരമായിട്ട് പഠിക്കാനെന്നുള്ള ജസ്റ്റ് പറഞ്ഞു മാത്രം. ഓക്കെ, നമുക്ക് ഡയമെൻഷണൽ അനാലിസിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. എങ്ങനെയാണ് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും, ആ കാര്യമാണ് പറയാൻ പോകുന്നത്. റെപ്രസെൻറ്റേഷൻ ഓഫ് ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. റെപ്രസെൻറ്റേഷൻ ഓഫ് ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനെ റെപ്രസെൻ്റ് ചെയ്യണത് സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ഡയമെൻഷൻ എഴുതണം. ഉദാഹരണമായിട്ട് ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളത് നമ്മളിങ്ങനെ എഴുതും. ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിന് നമ്മൾ വായിക്കുക എന്താ? ഇപ്പോൾ നമ്മളെ സ്ക്രീനിൽ കാണാമല്ലോ, ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതിയിട്ട് അതിന് സ്ക്വയർ ബ്രാക്കറ്റിൽ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നർത്ഥം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റിന്ന് എഴുതിയിട്ട് അതിന് സ്ക്വയർ ബ്രാക്കറ്റിലിടും. വെലോസിറ്റിയുടെ സിമ്പിൾ വി ആണ്, സ്മോൾ വി ആണ്. അപ്പോൾ വിന്ന് എഴുതി സ്മോൾ വിന്ന് എഴുതിയിട്ട് അതിന് സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് കഴിഞ്ഞാൽ അതെന്തായി? ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി എന്ന് വായിക്കാം. ഓക്കെ, അടുത്ത വരി നോക്കൂ. സ്ക്വയർ ബ്രാക്കറ്റ് എഴുതി എന്ന് എഴുതിക്കണേ. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ഡയമെൻഷൻ ഓഫ് ആക്സലറേഷൻ വിളിക്കുക. ഓക്കെ, പിന്നെ താഴെ എഴുതി നോക്കിയാൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനുള്ളിൽ പി എന്നിട്ടുണ്ട്. അത് പ്രഷറിനെയാണ്. പ്രഷറിനെ സൂചിപ്പിക്കാം, മൊമെൻറ്റം സൂചിപ്പിക്കാം, ഒപ്പം തന്നെ പവർ സൂചിപ്പിക്കാം കേട്ടോ. ഞാനിവിടെ പ്രഷർ എന്ന് എഴുതിക്കണേ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് പ്രഷർ എന്ന് എങ്ങനെ എഴുതും? പ്രഷർ എന്ന് എഴുതിയിട്ട് അതിന് സ്ക്വയർ ബ്രാക്കറ്റിലിടുക. പ്രഷറിൻ്റെ സിമ്പിൾ എന്താ? ക്യാപിറ്റൽ പി ആണ്. അപ്പോൾ അത് സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് കഴിഞ്ഞാൽ എന്തായി? ഡയമെൻഷൻ ഓഫ് പ്രഷർ എന്ന് വായിക്കാം. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുക എങ്ങനെയാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതും, അതിനെ അല്ലെങ്കിൽ അതിൻ്റെ സിമ്പിൾ എഴുതും, അതിനെ സ്ക്വയർ ബ്രാക്കറ്റിലിടും. ഐദർ ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതുക ഓർ എന്ത് എഴുതുക? അതിൻ്റെ സിമ്പിൾ എഴുതുക, പുട്ട് ഇൻ എ ബ്രാക്കറ്റ്. എന്ത് ബ്രാക്കറ്റ്? സ്ക്വയർ ബ്രാക്കറ്റ്. ദറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെയാണ് എഴുതാം? നമ്മൾ പുട്ട് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ദ സ്ക്വയർ ബ്രാക്കറ്റ് ഓർ ദ സിമ്പിൾ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ദ സ്ക്വയർ ബ്രാക്കറ്റ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തായി? അത് ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വായിക്കും. ക്ലിയർ അല്ലേ? നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്ക്രീനിൽ കണ്ടതാണ്. അതായത് സെക്കൻഡ് സ്ക്രീനിൽ കണ്ടതാണ് നിങ്ങൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ എന്തൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അല്ലേ? അപ്പോൾ നമുക്ക് ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെയും ഇനി വരുന്ന ക്വാണ്ടിറ്റികളുടെയൊക്കെ ഡയമെൻഷൻസും ഡയമെൻഷൻ ഫോമിലൊക്കെ എങ്ങനെ എഴുതണം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡയമെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളാണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ നേരത്തെ എഴുതാനായിട്ട് താഴേക്ക് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി മാസാണ്. മാസിൻ്റെ ഡയമെൻഷൻ എങ്ങനെയാണ്? ക്യാപിറ്റൽ എം എന്ന് എഴുതും, സ്ക്വയർ ബ്രാക്കറ്റിലിടും. ലെങ്ത്ത് ക്യാപിറ്റൽ എൽ എഴുതും, സ്ക്വയർ ബ്രാക്കറ്റിലിടും. ഓക്കെ, ടൈം ക്യാപിറ്റൽ ടി എഴുതും, സ്ക്വയർ ബ്രാക്കറ്റിലിടും.
ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ കെ, കാരണം ഇത് യൂണിറ്റ് ആണ്. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിൻ എന്നാണ്. കെൽവിൻ SI യൂണിറ്റ് കെൽവിൻ ആണ്. അതുകൊണ്ട് കെ എന്ന് എഴുതി അങ്ങനെ എഴുതി. ഓക്കെ. ഇനി ഇലക്ട്രിക് കറണ്ട് ആണ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ആംബിയർ. അതിൻ്റെ സിമ്പിൾ എ ആണ്. അല്ലെങ്കിൽ കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഐ എന്നുള്ള ലെറ്റർ യൂസ് ചെയ്യുക, ഐ, ക്യാപിറ്റൽ ഐ. അപ്പോൾ ഐ എന്നോ അല്ലെങ്കിൽ എ എന്നോ എഴുതിയിട്ട് ക്യാപിറ്റൽ ലെറ്റർ ഐയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എ എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായി ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് വായിക്കാം. നെക്സ്റ്റ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റി അതതിൻ്റെ യൂണിറ്റിൻ്റെയാണ് നമ്മൾ ഉപയോഗിക്കുക, CD, അതായത് ക്യാൻഡില. അത് ക്യാൻഡില എന്ന് എഴുതി സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായി ഡയമെൻഷൻ ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതിൻ്റെ SI യൂണിറ്റ് എന്താണ്, മോൾ. മോളിന് എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റിലാണെങ്കിൽ എന്തായി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ എന്താ ഡയമെൻഷനായി. അപ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ M, ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ L, ടൈമിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ T, ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ K. ഇലക്ട്രിക് കറണ്ടിന് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം, ക്യാപിറ്റൽ എ എന്ന് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഐ യൂസ് ചെയ്യാം. ലൂമിനസ് ഇൻറ്റൻസിറ്റി ക്യാൻഡില, CD അതിൻ്റെ യൂണിറ്റ് ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, സ്ക്വയർ ബ്രാക്കറ്റിലിടാം. ഇതാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ. ഇനി ഇത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഇനി ഇവരുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് നോക്കണം. ഡയമെൻഷൻ ഫോമുല നമുക്ക് പിന്നെ പറയാം. ഓക്കെ. അപ്പോൾ ഡയമെൻഷൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഡയമെൻഷൻസ് ഓഫ് സർട്ടൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതായത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ചിലത് 5 എണ്ണമൊക്കെ എഴുതിയിട്ടുള്ളൂ. നമ്മുടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് ഒരു 94, 92 അടുത്തൊക്കെ എന്തുണ്ട്, ക്വാണ്ടിറ്റികളുണ്ട്, അവരുടെ ഡയമെൻഷൻസ് ഉണ്ട്, യൂണിറ്റ് ഉണ്ട്, ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു 5 എണ്ണമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണുള്ളത്. അപ്പോൾ ആദ്യം വെലോസിറ്റി സ്ക്വയർ ബ്രാക്കറ്റിലിട്ടുണ്ടല്ലോ, എന്തായാലും വായിക്കുക, ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി. അതിൻ്റെ സിമ്പിൾ സ്മോൾ v. ഓക്കെ. എന്താ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത് ആണ് കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താ, L. അത് വെറുതെ L എന്ന് എഴുതാറില്ലേ, പവറുകൾ എഴുതണമെന്നല്ല പറഞ്ഞാൽ നമ്മൾ ഡയമെൻഷൻ അനാലിസിസിൽ പവർ എഴുതാം. അപ്പോൾ L⁻⁴ ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡയമെൻഷൻ എന്താ, T. പക്ഷേ T എന്ന് എഴുതില്ലേ, പവർ എഴുതണം, T⁻⁴. പക്ഷെ അതൊരു സ്ട്രൈറ്റ് ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതുള്ളൂ. അപ്പോൾ എഴുതുമ്പോൾ Tനെ മേലേക്ക് എഴുതണം, ഫ്രാക്ഷൻ ആയിട്ടൊന്നും നമ്മൾ എഴുതാറില്ല. അപ്പോൾ Tനെ മേലേക്ക് എഴുതും. Tനെ മേലേക്ക് എഴുതുമ്പോൾ എന്ത് എഴുതും, L⁻⁴. Tനെ മേലേക്ക് എഴുതുമ്പോൾ T⁻⁻⁴. സോ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി L⁻⁴, T⁻⁻⁴. ആക്സിലറേഷൻ ഡയമെൻഷൻ എന്താണ്, സിമ്പിൾ നമ്മൾ എന്ന് എഴുതും. എന്താ ഇക്വേഷൻ, വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുവച്ചാണ് അല്ലേ, എന്താ L⁻⁻⁴. L⁻⁻⁴ എന്നുണ്ട്, അത് L1 T⁻⁻⁴ ഓൾ ഡിവൈഡഡ് ബൈ T⁻⁴. പക്ഷേ T⁻⁴ മേലേക്ക് എഴുതണം. അപ്പോൾ അതൊക്കെ കൂടി ഒരുമിച്ച് എഴുതാണെങ്കിൽ എങ്ങനെ എഴുതാം, L⁻⁴ T⁻⁻⁴. കാരണം T⁻⁻⁴ ഓൾറെഡി അവിടെ ഉണ്ട്. താഴേക്ക് എടുക്കുന്ന T⁻⁴ മേലെ കൊണ്ടുപോകുമ്പോൾ T⁻⁻⁴ എന്നോ -1 കൂടി കൂട്ടുമ്പോൾ -2 എന്നാവും. സോ ഡയമെൻഷൻ ഓഫ് ആക്സലറേഷൻ ഈസ് L⁻⁴ T⁻⁻⁴. ഇനി L⁻⁴ എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് പവർ 1 വരുമ്പോൾ പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. പവർ 1 വരുമ്പോൾ പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ. നെക്സ്റ്റ് ഫോഴ്സ് ആണ്. ഫോഴ്സ് അതിൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ F ആണ്. കാണാനുള്ള ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്നാണ്. മാസിൻ്റെ ഡയമെൻഷൻ m⁻⁴ എന്നാണ്. ആക്സലറേഷൻ നമ്മൾ മുകളിൽ കണ്ടുവച്ചിട്ടുണ്ട്, L⁻⁴ T⁻⁻². അപ്പോൾ ഒരുമിച്ച് എഴുതാണെങ്കിൽ m⁻⁴ L⁻⁴ T⁻⁻². ഓക്കെ. ഇനി നെക്സ്റ്റ് പ്രഷർ. പ്രഷറിൻ്റെ സിമ്പിൾ എന്താ, ക്യാപിറ്റൽ P. കാണാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്, m⁻⁴ L⁻⁴ T⁻⁻². ഓൾ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ലെങ്ത്, അതായത് L². അപ്പോൾ L² മുകളിലേക്ക് കൊണ്ടുപോകണം. അത് ഡിവൈഡഡ് ബൈ എന്നല്ല എടുക്കണേ. അപ്പോൾ അതിന് മുകളിലേക്ക് കൊണ്ടുപോകണം. മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് L⁻⁻² എന്നാവും. ആ L⁻⁻²ഉം മുകളിൽ എടുക്കുന്ന L⁻⁴ കൂടി എന്താവും, L⁻⁻1 ആവും. അപ്പോൾ മൊത്തം പ്രഷറിൻ്റെ ഡയമെൻഷണൽ ഫോമിൽ എന്ത് വരും, m⁻⁴ L⁻⁻⁻1 T⁻⁻². Dimension of pressure is m⁻⁴
L raised to minus 1 T raised to minus 2. നെക്സ്റ്റ് മൊമെൻറ്റം ആണ്. മൊമെൻറ്റം അതിൻ്റെ സിമ്പിൾ പി തന്നെയാണ്, ക്യാപിറ്റൽ പി തന്നെയാണ്. കാണാനുള്ള ഇക്വേഷനിൽ മാത്രം വ്യത്യാസം. മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിൻ്റെ ഡയമെൻഷൻ എന്താ? എം റേസ് ടു 1. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ? എൽ റേസ് ടു 1 ടി റേസ് ടു മൈനസ് 1. ഒക്കെ കൂടി ചേർത്ത് എഴുതാണെങ്കിൽ എം റേസ് ടു 1 എൽ റേസ് ടു 1 ടി റേസ് ടു മൈനസ് 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വൈറ്റ് കളർ കൊണ്ട് എഴുതിയിരിക്കുന്നത് മാത്രം നോക്കൂ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ L1 ടി റേസ് ടു മൈനസ് 1, എക്സലറേഷൻ L1 ടി റേസ് ടു മൈനസ് 2, ഫോഴ്സ് എം റേസ് ടു 1 എൽ റേസ് ടു 1 ടി റേസ് ടു മൈനസ് 2, പ്രഷറിൻ്റെ എം റേസ് ടു 1 എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2, മൊമെൻറ്റത്തിൻ്റെ എം റേസ് ടു 1 എൽ റേസ് ടു 1 ടി റേസ് ടു മൈനസ് 1. ഇനിയും തൊട്ട് നമുക്ക് ഒരുപാടുണ്ട്. പവർ ഉണ്ട്, വർക്ക് ഡൺ ഉണ്ട്, എനർജി ഉണ്ട്, അതുപോലെ ടോർക്ക്, പിന്നെ പലതരത്തിലുള്ള കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, പിന്നെന്താ നമുക്ക് ഒരുപാടുണ്ട്. ഒരുപാട് ഫിസിക്കൽ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ടേബിളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ക്വാണ്ടിറ്റികളുണ്ട്, ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുണ്ട്. ഞാനിപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. മൊമെൻറ്റം, ആംഗുലർ മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റികളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എഴുതി വയ്ക്കുക. ഈ കാണുന്ന 5 അല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറഞ്ഞതല്ലാതെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എഴുതുക. എന്നിട്ട് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിലോ വിളിച്ചു ചോദിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞുതരാം. അല്ലെങ്കിൽ ലൈവ് ക്ലാസ് നടക്കുന്നുണ്ടല്ലോ, ലൈവ് ക്ലാസ് നടക്കുമ്പോൾ സാറിനോട് ചോദിക്കാം, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അങ്ങനെ ചോദിക്കുക, ഡൗട്ട് ചോദിക്കുക. ഇത് നമ്മൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, പക്ഷേ നമുക്കൊരു ഗൈഡിങ് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ അല്ല, വെറുതെ നമുക്ക് ചിലപ്പോൾ മിസ്റ്റേക്കുകൾ സംഭവിക്കുക, അതാണ് മിസ്റ്റേക്കുകൾ. ഓക്കെ, ആ മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്യാവുന്ന തരത്തിൽ പഠിക്കുക. ഒപ്പം തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ, ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ വിചാരിച്ചാൽ മതി. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഉൾപ്പെടുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. ഓക്കെ, താങ്ക് യു.